ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അങ്ങനെ വലിയൊരു പ്രാരാബ്ദം കഴിഞ്ഞു. ഇനിയിപ്പോ ഇവിടുന്ന് ഇറങ്ങാലോ. സുനന്ദേ, നീ എല്ലാം എടുത്തു വെക്കാൻ നോക്കി. തിരക്ക് പിടിക്കേണ്ട തങ്കേച്ചി. അവൾ എങ്ങനെയാണ് നവീനോട് പെരുമാറുന്നതെന്ന് കണ്ടില്ലേ? അവള് ഗാഥാ മാഡത്തിന് പകരമല്ലേ നിൽക്കുന്നേ? എന്ത്? എനിക്ക് പകരം എന്റെ നവീനോട് എന്തും ചെയ്യാനുള്ള അധികാരം അവക്കുണ്ടോ? ഉണ്ടോന്ന്? എടോ, ഇനി തന്നെ സന്തോഷിപ്പിക്കാൻ ഞാൻ എന്താ ചെയ്യണ്ടേ? എടോ, എനിക്ക് തന്റെ മുഖത്തുനിന്ന് നിറഞ്ഞൊരു പുഞ്ചിരി കാണണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ ചോദിച്ചത്. എടോ, എന്ത് പറഞ്ഞാലും ഞാൻ റെഡിയാ. എടോ, നമ്മുടെ മാണിക്കുഞ്ഞുണ്ടല്ലോ, അയാൾ ഇപ്പൊ എന്നെ കളിയാക്കാറുണ്ട്. സാറിപ്പോ കൊച്ചു പയ്യന്മാരെ പോലെയായി, അവരുടെ പ്രണയത്തിന്റെ രീതികളൊക്കെ സാർ അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട്. എടോ, ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ അത് സത്യമാ. 24 മണിക്കൂറും ബിസിനസ് മാത്രം പറഞ്ഞു നടന്നിരുന്ന എന്നെ അങ്ങനെ ഒരു കണ്ടീഷനിൽ എത്തിച്ചത് താനാ. ഇത് പോരാ. എടോ, കുറച്ചുകൂടെ നന്നായിട്ട് തന്നെ വേണം. പ്ലീസ് ഒന്ന് ചിരിക്കടോ. കൊല്ലും ഞാനവളെ, അന്തസ്സില്ലാത്തവള്. ഈ മുഖത്ത് നോക്കിക്കഴിഞ്ഞാ ഞാൻ എന്നെ തന്നെ മറന്നു പോവാ. ബാക്കിയെല്ലാം മറന്ന് തന്റെ കണ്ണുകളിലേക്ക് നോക്കി വേണമെങ്കിൽ ലോകാവസാനം വരെ ഞാനിരിക്കാം. അങ്ങനൊന്നും വേണ്ട. തൽക്കാലം നമുക്കിവിടുന്ന് പോവാം. ഓ, വീണ്ടും ബോറടിച്ചോ? ദെൻ നമുക്ക് വേറൊരു സ്ഥലത്ത് പോവാം. അവിടെ വെച്ച് എനിക്ക് തന്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. എന്താ? അതവിടെ ചെന്നിട്ട് താൻ വാ. I love you, Gata. ദൈവങ്ങളെ, എന്നോട് പൊറുക്കണേ. എത്രയും പെട്ടെന്ന് ഈ അവസ്ഥയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണേ. ഞാനിത് വാങ്ങാൻ തരുന്ന അത് നവീന് സംശയാവും. അത് ഗാഥയ്ക്കായിരിക്കും ബുദ്ധിമുട്ടുണ്ടാക്കാം.
കഥ ജീവിതം ഏറ്റവും സുന്ദരമാവുന്നത് പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യം കൊണ്ടാ. എന്റെ ജീവിതം ഇനി സന്തോഷകരമായിരിക്കും. ബിക്കോസ് യു ആർ എ ഗ്രേറ്റ്, ലവബിൾ ആൻഡ് സോ ആൻഡ് സോ. ഇനി നമുക്ക് പോവാം. അവളൊരു കുഴപ്പമുണ്ടാക്കില്ല എന്ന് പറഞ്ഞ് അവളെ കുറിച്ച് പൊക്കി പറഞ്ഞോണ്ടിരിക്കുന്ന മമ്മയുണ്ടല്ലോ, കൊണ്ടുപോയി കാണിക്കണം എനിക്കിത്. ക്ഷീണം പൂർണ്ണമായിട്ടും വിട്ടുമാറിയിട്ടില്ല അല്ലേ? ഒരു സർജറി നടന്നതിന്റെ ബുദ്ധിമുട്ടുണ്ടാവും, അത് സ്വാഭാവികമാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാ മനസ്സിന് കൂടുതൽ ടെൻഷൻ കൊടുക്കാതിരിക്കുക എന്നതാ. അതുപോലെ ഭാരപ്പെട്ട ജോലികളൊന്നും തന്നെ ഒരു കാരണവശാലും ചെയ്യാനും ശ്രമിക്കരുത്. കുറച്ചു നാളത്തേക്ക് ആരെങ്കിലും ഒരാൾ എപ്പോഴും കൂടെ ഉണ്ടാവുന്നത് നല്ലതാ. ഞങ്ങൾ ശ്രദ്ധിച്ചോളാം ഡോക്ടർ. അപ്പൊ തൽക്കാലം ഞാൻ ഡിസ്ചാർജ് ചെയ്യുക. എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഫോണിൽ വിളിച്ചാൽ മതി, മോളോട് പറഞ്ഞിട്ട്. അതല്ല, വന്നു കാണേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതും ആവാം. സിസ്റ്ററെ, ബില്ല് സെറ്റിൽ ചെയ്യാൻ പറയണം. എത്രയും പെട്ടെന്ന് ഇവരെ പറഞ്ഞയക്കാനും നോക്കണം. അപ്പൊ ശരി. അങ്ങനെ വലിയൊരു പ്രാരാബ്ധം കഴിഞ്ഞു. ഇനിയിപ്പോ ഇവിടുന്ന് ഇറങ്ങാലോ. സുനന്ദേ, നീ അല്ലേ എടുത്തു വെക്കാൻ നോക്കി. തിരക്ക് പിടിക്കേണ്ട തങ്കേച്ചി. കൃഷ്ണ